ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷു ഇനി വന്ന് അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസമേ ഉള്ളൂ. ബുധനാഴ്ചയാണ് വിഷു. അപ്പൊ നമ്മളൊരു പഴയകാല വിഷുക്കഞ്ഞിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാം പറയുകയാണ് അല്ലേ. അപ്പൊ വിഷു എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തിന്റെ സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വിഷുക്കഞ്ഞി രാവിലെയാണോ അമ്മ ഉണ്ടാക്കിയത്? പണ്ടത്തെ വിഷുവിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയുടെ ഒക്കെ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു വിഷുവിന്റെ സമയത്ത്? എങ്ങനെയായിരുന്നു വിഷുവിന് എല്ലാവർക്കും കൈനീട്ടം കൊടുക്കും. രാവിലെ വെളുപ്പിന് എഴുന്നേക്കും. വിഷുവിന്റെ അന്ന് തലേദിവസം രാത്രി ഉറങ്ങുമില്ല. അപ്പൊ രാവിലെ കൈനീട്ടം. അന്നൊക്കെ തന്നെ ഒരണ രണ്ടണ, അന്നൊക്കെ അണയുള്ള കാലത്ത് മാറ്റുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരണ രണ്ടെണ്ണയൊക്കെയാ, 4 അണ. അപ്പൊ രൂപ എന്നൊക്കെ പറയും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഉറക്കളച്ചിരിക്കും കേട്ടോ. നേരം വിളിക്കുമ്പോ അച്ഛൻ എല്ലാരെയും വിളിച്ച് നേരത്തെ നിർത്തിയിട്ട് ഓരോരുത്തർക്ക് അന്നത്തെ പൈസയുടെ അനുസരിച്ചാണ് വിഷു കൈനീട്ടം തരുന്നത്. അപ്പൊ കൈനീട്ടമൊക്കെ എല്ലായിടത്തും കൊടുക്കും, എല്ലാരും കൊടുക്കും. പിന്നെ അതുപോലെ പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വിഷു ഒരു ഭയങ്കര ആഘോഷമാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ മേടമാസത്തിലുള്ളതാണ്. എന്റെ അപ്പൊ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അമ്മയുടെ ബർത്ത്ഡേ പിറന്നാൾ ഇങ്ങ് വരുവാണ്. മേടമാസം 10ാമത്തേക്ക് ഉള്ളതാണ് ഞാൻ. അപ്പൊ അതും കൂടെ എനിക്ക് ഈ വിഷു വരുമ്പോഴാണ്, മേടമാസം പിറക്കുമ്പോഴേ ഒരു ഭയങ്കര സന്തോഷമാണ്. 10ാമത്തേക്ക് ഉള്ളതാണ്. അതായത് അമ്മയുടെ ജനന തീയതി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അറിയുന്ന ദിവസം 10ാം ഉദയം അല്ലേ? 10ാം ഉദയം ഉദിച്ചു വരുന്ന സമയത്ത് ജനിച്ച വ്യക്തിയാണ് അമ്മ. അപ്പൊ അമ്മ പണ്ട് പറയായിരുന്നു, അയ്യോ 10ാം ഉദയത്തിന് ഉദിച്ചു വരുന്ന സമയത്ത് ജനിച്ചത് ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയുമായിരുന്നു. കഷ്ടപ്പാടിന് കുറവൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്നാലും അതൊരു സന്തോഷമാണ്. 10ാമത്തേക്കാണല്ലോ ഞാൻ ജനിച്ചത്. ഒരിക്കലും മറക്കൂല. അപ്പൊ ആ ദിവസം മറ്റേ നമ്മുടെ ജന്മദിനമൊക്കെ വരുമ്പോ നമ്മളത് ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ ഇതൊരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ് ഞാൻ ഉണ്ടായ ദിവസം, 10ാം ഉദയം അല്ലേ. പിന്നെ അതുപോലെ ഏറ്റവും നല്ല സമയമൊക്കെയാണ് അല്ലേ, കേറി താമസങ്ങള് അല്ലേ, എല്ലാത്തിനും പ്രത്യേകിച്ച് നമ്മള് സമയങ്ങളൊന്നും. കല്യാണമൊക്കെ ആ സമയത്ത് നടത്തുവേ. 10ാമത്തേക്ക് കല്യാണം അങ്ങനെ ഇല്ല, കേറി താമസം. അതുപോലെ കൃഷി ഇറക്കുന്നത് തെക്കോട്ടൊക്കെ മേടമാസത്തിൽ 10ാമത്തേക്ക് ബേതയ്ക്കും കണ്ടത്തിലും ഞാൻ കൃഷി ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നല്ലൊരു ദിവസമാണ് ഈ മേടമാസം 10ാമത്. അതാണ് അമ്മയുടെ ജനന തീയതി. അപ്പൊ ഇനി എത്ര ദിവസം അമ്മയുടെ ബർത്ത്ഡേക്ക്? ഒരാഴ്ചയുള്ളൂ, നെക്സ്റ്റ് വീക്ക് അല്ലേ ഉള്ളു. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, ഈ 10ാം ഉദയത്തിന്റെ അന്നാണ് നമ്മുടെ വീട് ജസ്റ്റ് കേറി താമസിക്കാന്നൊക്കെ നമ്മൾ വിചാരിച്ചത് ഈ ദിവസം തന്നെയാണ് അല്ലേ. പക്ഷെ നടക്കുമോന്ന് അറിയത്തില്ല. പണിയും പൈസയുടെ ഒക്കെ കുറവുകളൊക്കെ കൊണ്ട് കുറെ പെൻഡിങ്ങുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. 10ാമതേക്ക് പറ്റുമോന്ന് അറിയത്തില്ല അല്ലേ. പൈസക്ക് കുറെ കുറവല്ല, പൈസക്ക് നന്നായിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ നിങ്ങളതനുസരിച്ച് എന്റെ വീഡിയോ എല്ലാരും കാണണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. വീഡിയോ ആൾക്കാർ കാണണമെന്നുണ്ടോന്നുള്ള സന്തോഷമെങ്കിലും ഉണ്ടാവട്ടെ. വിഷുക്കഞ്ഞിക്ക് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കഞ്ഞി സാധാരണ കഞ്ഞിയല്ല, അല്ലേ. കുറച്ച് ഇമ്പോർട്ടന്റ് ഒക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള കഞ്ഞിയാണ്. വിഷുവിന്റെ സന്തോഷത്തിന്റെ കഞ്ഞി അല്ലേ. അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, എങ്ങനെയാണ് പണ്ട് പഴയകാല രീതിയിൽ വിഷുക്കഞ്ഞി ഉണ്ടാക്കിയെന്ന് പെട്ടെന്നൊന്നും കാണാം അല്ലേ. അപ്പൊ നമ്മൾ ഈ വിഷുക്കഞ്ഞിക്ക് അത്യാവശ്യമായിട്ട് അതിന്റെ ഏറ്റവും ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പയറാണ്. പയറെന്ന് പറഞ്ഞാൽ എണ്ണപ്പയർ, നമ്മുടെ ചെറുപയർ കൊള്ളുമില്ല, നമ്മുടെ പച്ച നിറമുള്ള പയർ കൊള്ളത്തില്ല, അതിനിട്ട് വലിയ രുചിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഈ ചുമന്ന പയർ, ആ പയറെടുത്തിട്ട് ഞാൻ ഈ പയറെന്ന് അറിയാം ഒന്ന് ചൂടാക്കും, പതുക്കെ ഒന്ന് ചൂടാക്കുന്നത് ഇതിന്റെ പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ ചൂടാക്കി എടുക്കണം അല്ലേ. നമുക്ക് ഈ പയറൊന്ന് ചൂടാക്കി കൊണ്ടുവരാം. ഞാൻ 1 ഗ്ലാസ് പയറെടുത്തിട്ടുണ്ട്. അരി കിടങ്ങ വേണ്ട അല്ലേ, ഈ അളന്നെടുത്ത് 1 ഗ്ലാസ് ഇത് മതി. ഓക്കെ, ഇത്രയും മതി അല്ലേ. ഓക്കെ, ഒരു 4 ഗ്ലാസ്സിന് ഒരു 4 പയറെടുത്തിട്ടുണ്ട്. നമ്മള് ഒരു കാര്യമുണ്ട് കേട്ടോ, വിഷുക്കഞ്ഞിക്ക് കഞ്ഞി ഉണ്ടാക്കിയാലും നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മളുടെ കുറച്ച് അറിയുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കും അല്ലേ. ചൂടാക്കാനായിട്ട് ഇങ്ങനെ ഒരു ചീനിച്ചട്ടിക്ക് അകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി അല്ലേ. മൂക്കരുത് അല്ലേ, പയ്യെ ഒന്ന് പച്ചച്ചവ മാറണം. അപ്പൊ നമ്മുടെ പയർ നമ്മൾ ചൂടാക്കി കൊണ്ട് ഒത്തിരി മൂക്കണ്ട, ഒരു പതുക്കെ ഒരു ചൂട് വരുമ്പോൾ ആ പച്ചച്ചവയൊന്നും മാറണം. അപ്പൊ നമ്മളത് അങ്ങനെ ചൂടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിനി അരിയാണ് അത്യാവശ്യമായിട്ട് ഇതിന് വേണ്ടുന്നത്. അരി ഇപ്പൊ 1 ഗ്ലാസ് പയർ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ക്ലാസ്സിന്. ഇനി നമ്മൾ ഈ ക്ലാസ്സിന് 1.5 ഗ്ലാസ് അരി. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1 ഗ്ലാസ് പയറാണെങ്കിൽ 1.5 ഗ്ലാസ് അരി അല്ലെ. അരി നമ്മുടെ സാധാ കുത്തരി അല്ലേ ഇത്. ഇത് ആ സെയിം ഗ്ലാസ്സിന് തന്നെയാണ് 1 ഗ്ലാസ്. ഇനി 1/2 ഗ്ലാസ് കൂടി എടുക്കണം അല്ലേ. 1/2 ഗ്ലാസ് ഓക്കെ, 1.5 ഗ്ലാസ് അരി. ഓക്കെ,
അപ്പൊ ഈ അരിയും പയറും കൂടെ നമ്മൾ ഒന്നിച്ചാണ് കഴുകിയിടാൻ പോകുന്നത്. വറുത്ത ഇതും വറുത്ത പയറും ഈ വറുത്തെന്ന് പറഞ്ഞാൽ ചൂട് മാറിയോ പച്ച മാറിയതേ ഉള്ളൂ, ഒരുപാട് മൂക്കരുത് കേട്ടോ. ഓക്കെ, അത് രണ്ടും കൂടി ഒന്നിച്ചങ്ങിടുക അല്ലേ? എന്നിട്ട് ഇത് രണ്ടും കൂടി കഴുകണം. പിന്നെ ചിലരാണെങ്കിൽ രാവിലെ തലേദിവസം ഈ പയർ വെള്ളത്തിലിട്ടേക്കും. ഈ ചിലരാണെങ്കിൽ നമ്മൾ തലേദിവസം അപ്പൊ വേവാനുള്ള എളുപ്പത്തിന് തലേദിവസം നമ്മൾ പയർ വെള്ളത്തിലിട്ടേക്കും. പക്ഷെ ആ പയർ അങ്ങനെ വിഷുക്കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ആ കഞ്ഞിക്ക് നമുക്ക് രുചി വരില്ല. ഇപ്പൊ ഇങ്ങനെ ഈ അരിയും പയറും കൂടെ ഒന്നിച്ച് കിടന്ന് വെന്തിട്ട് അതാണ് കഞ്ഞി, അതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ നമ്മുടെ അരിയും പയറും കൂടെ നമ്മൾ ഒന്നിച്ചിട്ട് കഴുകി നല്ല വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മൺകലമാണ് നമ്മൾ വെച്ചേക്കുന്നത്. മൺകലത്തിൽ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്, തീയും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു 3/4 വേവാകുമ്പോഴാണ് ബാക്കി സാധനങ്ങൾ ഇതിൽ ചേർക്കുന്നത്. അല്ല, അരിയും പയറും കൂടെ മാത്രം കഞ്ഞി വെച്ചാൽ വിഷുക്കഞ്ഞി ആവൂല, കഞ്ഞിയാവും, പക്ഷെ വിഷുക്കഞ്ഞി ആവൂല. അപ്പൊ ഇതിനകത്ത് വേറെ പല സാധനങ്ങൾ ചേർക്കാനുണ്ട്. അത് ഇതൊരു 3/4 വേവായിട്ടാണ് ബാക്കി നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പൊ ഈ അരി നമുക്ക് അരിയും പയറും നമുക്ക് ഈ അടുപ്പയിലോട്ട് ഇടാം. വിഷുക്കഞ്ഞി എന്ന് പറഞ്ഞൊരു സന്തോഷത്തിന്റെ നിറവിന്റെ ഒക്കെ കഞ്ഞിയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് ചേർക്കാനുണ്ട് അല്ലേ? അപ്പൊ ഇതേ കഞ്ഞി നമ്മള് ഒരു മൺകലത്തിന്റെ അകത്തേക്ക് നമ്മൾ അരി ഇടുകയാണ് കഞ്ഞിയാക്കാനായിട്ട്. മൺകലവും മണ്ണും പിന്നെ ചിരട്ടത്തവി ഒക്കെ പഴയ കാലത്ത് ഇങ്ങനെ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് മൺകലം ചിരട്ടത്തവി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ഈ ഒരു സിസ്റ്റത്തിൽ അങ്ങ് ഉണ്ടാക്കിയാൽ മതി അല്ലേ? അപ്പൊ എന്താണെങ്കിലും എല്ലാവരും ഈ പ്രാവശ്യം വിഷുക്കഞ്ഞി ഉണ്ടാക്കാറില്ലാത്ത ആൾക്കാരും ഒന്ന് ഉണ്ടാക്കണം, വിഷുക്കഞ്ഞി ഉണ്ടാക്കണം. ഇനി നിങ്ങൾ വേറെ രീതിയിലാണ് വിഷുക്കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ അതൊന്ന് പറയണം. ഒപ്പം നമ്മളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അമ്മേനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോസ് അല്ലേ? അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അരി ഒരു 3/4 വേവാവട്ടെ അല്ലേ? അപ്പൊ നമ്മുടെ അരി ഒരു 3/4 വേവായിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അരി ഒന്ന് കാണിച്ചു തരാവേ, ഇത്രയും വെന്തിട്ടുണ്ട് അല്ലേ? ഈ ഒരു ടെസ്റ്ററിലേക്ക് മാറിയിട്ടുണ്ട് അരി. പിന്നെ നമുക്ക് ഇതിനകത്ത് ശർക്കര ഇടാം. നമ്മൾ എടുത്തു വെച്ചാണ് സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. ശർക്കര അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഉരുളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഒപ്പം തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും തേങ്ങ വേണ്ട കേട്ടോ, ഇത് മൊത്തത്തിൽ അങ്ങ് ചിരണ്ടിയുള്ളൂ, വേറെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും കൂടെ ഉള്ളത്. പിന്നെ കുറച്ച് ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ചേർക്കാൻ പോകുന്ന എന്താ ആദ്യമായിട്ട്? ശർക്കര അങ്ങോട്ടിടാം. ശർക്കര നമ്മൾ നല്ല ശർക്കരയാണ് നോക്കി മേടിച്ചത്. ഓക്കെ, അപ്പൊ അത് പൊട്ടിച്ച് അങ്ങോട്ട് ഇങ്ങനെ ചുമ്മാ കിട്ടാൻ മതി അല്ലേ? ചുമ്മാ കിട്ടാൻ മതി, ഉരുക്കൂടാതെ. അപ്പൊ കഞ്ഞിയാകുമ്പോ നമ്മള് കോരുമ്പോഴേ അടി കല്ലുണ്ടെങ്കിൽ തന്നെ അടി കിടന്നോളൂ. ഓ, കഞ്ഞിയാകുമ്പോ അല്ലേ? കഞ്ഞി മൂളിന്നല്ലേ വെള്ളത്തിൽ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് കല്ലുണ്ടെങ്കിലും കാണാൻ സാധ്യതയില്ല. നല്ല നല്ല സുന്ദരം ശർക്കരയാ. അത് മതി, മധുരം നോക്കാം നമുക്ക്. ഒരുപാട് അങ്ങ് മധുരം ആയാൽ കൊള്ളുമില്ല, ഒരു മീഡിയം മധുരം. ഞാൻ 1 കിലോ പായസം പോലെ ആവരുത്. ഞാൻ 1 കിലോ ശർക്കരയാ മേടിച്ചത്. 2 ഉണ്ട നമ്മൾ എടുത്തു, ഇനി 1 ഉണ്ട ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു 3/4 കിലോയുടെ അടുത്ത് ശർക്കര അല്ലേ? അടുത്ത് ശർക്കരയുണ്ട്, അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അടിക്കൊണ്ടിരിക്കണ ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അടിക്ക് പഠിക്കും. ശർക്കര ഇട്ടുകൊണ്ടാണോ അമ്മേ? ശർക്കരയൊക്കെ ഇട്ടുണ്ട്. അപ്പൊ കഞ്ഞി ഇളക്കിക്കൊണ്ടേ ഇളക്കി അങ്ങ് അപ്പോഴും ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ തേങ്ങയൊക്കെ പിന്നെയാണ് ഇടുന്നത്? ഇതൊന്ന് പതുക്കെ ശർക്കര ഒന്ന് ഉരുകി കഴിയുമ്പോ തേങ്ങ ഇടണം. തേങ്ങയും ജീരകവും. അപ്പൊ നമ്മുടെ വിഷുക്കഞ്ഞി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലേ? ഇത് നന്നായിട്ടൊന്ന് ഒരു കുറച്ചും കൂടെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഉരുളിക്കകത്തേക്ക് മാറ്റൂല്ലേ? അപ്പൊ നമ്മൾ ഇനി തേങ്ങയാണ് അടുത്തത് ഇടാൻ പോകുന്നത്. നമ്മൾ ഉരുളി കൊണ്ട് വെച്ചേക്കുന്നത് നിറഞ്ഞു പോകുവാണെങ്കിൽ ഉരുളിയിലോട്ട് പകർത്താമെന്ന് ഓർത്താണ്, പക്ഷെ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് തേങ്ങയും കൊണ്ട് ഇരുന്ന് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കാരണം ഇത് കൂടുതലാവുകയാണെങ്കിൽ അല്ലേ? 2 തേങ്ങ ചുരണ്ടിയിട്ടുണ്ട്, പക്ഷെ അത്രയും തേങ്ങ വേണ്ട കേട്ടോ. ഇവിടെ കറിക്കും കൂടെ ഉള്ളതാണ് ചുരണ്ടിയത്. കറിക്ക് മീൻസ് ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയാണ് ഇവിടെ. അമ്മ പറഞ്ഞ വിഷുവിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സാധനമാണ് മാമ്പഴ പുളിശ്ശേരി എന്നല്ലേ? അപ്പൊ അതും കൂടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിനും കൂടെയുള്ള നമ്മുടെ തേങ്ങയാണ്. അപ്പൊ നമ്മളിത് തേങ്ങ ഇട്ടു, ഇനി എന്താ വേണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? അപ്പൊ അതിനു മുമ്പ് തന്നെ മധുരമൊക്കെ നോക്കി നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഒത്തിരി മധുരം ഒരു സുഖമില്ല അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും ജീരകം ഒന്ന് ചതച്ചിട്ടുണ്ട് പതുക്കെ. വേറൊന്നും കല്ല് വെച്ച് പയ്യൊന്ന് കല്ല് ഓടിച്ചു അല്ലേ? അപ്പൊ ഇതും കൂടെ നമുക്ക് ഇങ്ങോട്ട് ഇടാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് 1 കിള്ളുപ്പ്. ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പായസം വെക്കുമ്പോഴായാലും ഈ മധുരങ്ങളൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഒരു ശകലം ഉപ്പ് പൊടി ഇടണം. ഒരുപാട് ഇടരുത് കേട്ടോ. കഞ്ഞിക്ക് ഇടണ പോലെ ഉപ്പ് ഇതിനിടല്ലേ അല്ലേ? ഇത്രയും ഉപ്പ് കഞ്ഞിക്ക് ഇടുന്നത്ര ഉപ്പ് ഇടത്തില്ല അല്ലേ?
കാരണം ഇത് മധുരം ഉള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് ഉപ്പാണ് ഇട്ടിട്ടുള്ളൂ, ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഈ ഒരു കലത്തിൽ തന്നെ സെറ്റായി നമ്മുടെ കഞ്ഞി അല്ലേ, ഉരുളയുടെ ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ കഞ്ഞി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക, നമ്മുടെ വിഷുക്കഞ്ഞി. ഇതാണ് നമ്മുടെ കഞ്ഞിയുടെ ഒരു ടെസ്റ്റർ. ഇനി ആ ജീരകവും തേങ്ങ എല്ലാം കൂടെ ഒന്ന് വേവണം അല്ലേ. നമ്മുടെ വിഷുക്കഞ്ഞി അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. നല്ല നല്ല അടിപൊളി കഞ്ഞിയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കഞ്ഞി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം. അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം അല്ലേ. എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ചെയ്യണം. അത് തന്നെ. അപ്പൊ ഈ വിഷുക്കഞ്ഞി നിങ്ങളും ജസ്റ്റ് ഉണ്ടാക്കി നോക്കണം. കാരണം നമ്മുടെയൊക്കെ ഇപ്പോഴത്തെയൊക്കെ ആ സമയത്ത് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വിഷുക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ എല്ലാരും മറന്ന് അല്ലേ, അപ്പൊ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വർഷത്തെ വിഷുവിന് നിങ്ങൾ എല്ലാവരും വിഷുക്കഞ്ഞി ഉണ്ടാക്കണം. എല്ലാവർക്കും വിഷുവിന്റെ ആശംസകൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് നേരുകയാണ്. അപ്പൊ നമുക്ക് ഈ കഞ്ഞി നമ്മുടെ ചട്ടിയിലോട്ട് നമുക്ക് എടുത്ത് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അല്ലേ. ഓക്കെ, ഇപ്പൊ വെള്ളമാ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇത് അച്ചിലൂടെ കഴിയുമ്പോ ഉണ്ടല്ലോ ഇത് കുറുകി കുറച്ചും കൂടെ കുറുകും. അപ്പൊ കുറച്ചുകൂടെ വെള്ളം ശരിക്കും വേണേ ചേർക്കണം അല്ലേ. അമ്മയൊന്നും വിഷുക്കഞ്ഞി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല മധുരമൊക്കെ എങ്ങനെയുണ്ട്. നല്ല അടിപൊളി കഞ്ഞിയാണ്. കാണുമ്പോ തന്നെ നമുക്കറിയാം നല്ല അടിപൊളി കഞ്ഞിയാണ്. ഭയങ്കര ചൂടാകട്ടോ. തിളച്ച കഞ്ഞി എടുത്തല്ലേ. നല്ല മധുരം, ആവശ്യത്തിനുള്ള മധുരവും ഉണ്ട്. നല്ല അടിപൊളി. മധുരം കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ കഞ്ഞിക്ക് രുചി വരില്ല. പിന്നെ നിങ്ങൾ പ്രത്യേകം അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയർ നമ്മളൊന്ന് ചൂടാക്കണം. ഒരു പച്ചച്ചവ മാറുന്നവരെ നമ്മളൊന്ന് ചൂടാക്കി, ഒരുപാട് മൂത്ത് പോകരുത്. മൂക്കാതെ നമ്മൾ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഈ പയറിട്ട് കഞ്ഞി വെക്കാൻ. വെള്ളത്തിലിട്ട് കുതിർത്ത പയർ ഉപയോഗിക്കരുത്. വെള്ളത്തിലിട്ട് കുതിർത്താൽ പിന്നെ ആ പയർ, ഈ അരിയുടെ കൂടെ പയർ വേവില്ല, പയർ കലങ്ങിപ്പോവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ വിഷുക്കഞ്ഞി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മുടെ സമ്പദ് സമൃദ്ധിയുടെ അടയാളമായിട്ടുള്ള വിഷുവിന്റെ ആശംസകൾ എല്ലാവർക്കും ഞങ്ങൾ നേരുകയാണ്. എല്ലാവർക്കും ഞങ്ങൾ മുൻകൂർ അല്ലെ വിഷു ആശംസകൾ നേരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. അപ്പൊ എൻ്റെ വിഷുക്കഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.